നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവന്റെ കൂടെ നീ കൂട്ടുകുടിക്കോ, പക്ഷെ അവന്റെ കള്ളുകൂടി നീ കണ്ടു പഠിക്കണ്ട. നാണക്കേട്. നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അമ്മയുടെ ഭർത്താവ് ചെയ്യുന്നത് ശരിയായ കാര്യമാണോ? ഇന്നലെ അയാളെ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ. എൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് വേദനയുണ്ട്. അത് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് ഞാൻ. നിവർത്തിയായിട്ട് കുടിച്ചു. ഇനി ഞാൻ കുടിക്കില്ല. ആണോ? അതെ. ഇനി നീ കുടിച്ചിട്ട് വന്ന ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നോട് മിണ്ടില്ല. ആ കഴിക്കണ്ടേ നിനക്ക്? നല്ല വിശപ്പ്. സാറേ ആരാ വന്നേ? മതി കൗതി. അമ്മേ, ഇയാളെ ശ്രേയയുടെ ഡ്രൈവറാ. ഇയാളെന്താ ഇവിടെ? ആരാ? ഞാൻ ചീഫ് എഞ്ചിനീയർ ശ്രേയ മേഡത്തിന്റെ ഡ്രൈവറാ. മേഡം പറഞ്ഞു സാറിനെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. ചീഫ് എഞ്ചിനീയർ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ കാര്യം എന്താ? എനിക്കറിയില്ല സർ, എന്നോടൊന്നും പറഞ്ഞില്ല. ശ്രേയ പുതിയ പ്ലാനുമായിട്ട് ഇറങ്ങിയതാണോ? നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, എന്താ നീ പറമ്പിലേക്ക് വയ്ക്കോ, ഞാനെന്നാ അവരെ കണ്ടിട്ട് വരാം. ബാലമാമ, ചീഫ് എഞ്ചിനീയർ കാണാൻ പോണ്ട. കാര്യം എന്താന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാ മതി. വണ്ടി വിട്ട് എന്നെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞത് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനായിരിക്കും. ചെന്ന് കാര്യം ചോദിച്ചിട്ട് വരാമല്ലോ. വേണ്ട ബാലമാമ, ശ്രേയപ്പറ്റി ബാലമാമൻ അറിയഞ്ഞിട്ട. മാമനെ തനിച്ചുവിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. മാഷി കുട്ടിയാണല്ലോ തട്ടിക്കൊണ്ടു പോവാനായിട്ട്. മാഷി ചെയ്ത കാര്യത്തിന് ആ ചീഫ് എഞ്ചിനീയർ നേരിട്ട് സംസാരിക്കാൻ കാണിച്ച മര്യാദ തന്നെ അധികം. അതിനിടെ വഴിമുടക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുക. നിന്റെ ബാലമാമനെ എന്റെ മരുമകള് തിന്നാനൊന്നും പോകുന്നില്ല. പോയി വിളിപ്പിച്ച കാര്യം എന്താണെന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറ. നീ എന്തിനാ വെറുതെ ചാരുമോളെ കുറ്റപ്പെടുത്തുന്നു? അമ്മായിയുടെ അടുത്ത് ദേഷ്യപ്പെടേണ്ട ബാലമാമ. ചീഫ് എഞ്ചിനീയറെ കാണാൻ പോകാതിരുന്നാ മതി. ഇല്ല മോളെ, അവര് വെറുതെ ഒന്നും വിളിക്കില്ല. ഇവിടുന്ന് മെസ്സേജ് പോയിട്ടുണ്ടാവും. കാക്കോത്തി പറയുന്നത് ശരിയാ, അച്ഛൻ പോണ്ട. മോനെ, ഇപ്പോഴാ അവർക്ക് ബോധോദയം ഉണ്ടായിട്ടുണ്ടാവുക. സ്വത്തെഴുതി വാങ്ങിയ കാര്യം അവരെ നേരിൽ കണ്ട് കരഞ്ഞു ബോധിപ്പിച്ചിട്ടുണ്ടാവും. സ്വന്തം അച്ഛൻ വരെ മോനെ വിശ്വസിക്കുന്നില്ലെന്ന് ആ പെണ്ണ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള പെണ്ണല്ലേ, എന്തിനാ മാഷെ ഇങ്ങനെ ചെയ്തതെന്ന് എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും അമ്മയുടെ മോന്റെ കള്ളക്കളികളും കള്ളത്തരങ്ങളും ഒക്കെ. മനസ്സിലാവുന്ന രീതിയിൽ ഉപദേശിച്ചു കൊടുക്കാം. ഓ, വലിയ കാര്യമായി പോയി. ഒരു ഉപദേശി വന്നിരിക്കണത് നിങ്ങളുടെ മരുമോളായി വന്നോട്ടെന്ന് താണിങ്ങനെ അപേക്ഷിക്കാനല്ല, ഇങ്ങനൊരു ചതി സ്വന്തം മോനോട് ചെയ്തല്ലോ എന്ന് ചോദിക്കാനാ. ചെന്ന് കൈയോടെ വാങ്ങിയിട്ട് വാ. പോകുമ്പോ ഒരു തോർത്തൂടെ കൊണ്ടുവെക്കോ. നാണം കെട്ട് തിരിച്ചു വരുമ്പോ തലയിട്ട് മൂടാൻ. എനിക്കതിന്റെ ആവശ്യം വരില്ലടാ. നീയല്ലേ അങ്ങനെ നടന്നിട്ടുള്ളത്? നാണം കെട്ടവൻ. വിട്ടുകളാച്ച, ഇവനോടൊക്കെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. വേസ്റ്റാ. പറ്റിച്ച് സ്വത്തെല്ലാം തിരിച്ചു ചെയ്ത് വാങ്ങി ഇങ്ങേര് നല്ലവൻ, മര്യാദക്കാരൻ. ഞാൻ വേസ്റ്റ്. അരവിന്ദേട്ടാ, എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എടി തുണിക്കച്ചവടക്കാരി, എല്ലാത്തിനും ആണിക്കല് നീയാ. ഈ ചതിക്കാൻ ഇയാൾക്കറിയില്ല. നിന്റെ ഉപദേശ ഇയാളെ കൊണ്ട് ചതി എല്ലാം ചെയ്യിച്ചത്. എല്ലാം തിരിച്ചു കിട്ടുന്ന നീ ആശ്വസിക്കുന്നു വേണ്ട. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കേരടി, ചാരുവിനെ പറ്റി നീ അനാവശ്യം പറഞ്ഞല്ലോ. നീ വാങ്ങും എന്റെ. അത് പോടാ. അച്ഛാ പോണ്ട, ഞാൻ പോയി ചോദിക്കാൻ കാര്യം എന്താ? വേണ്ട മോനെ, നീ പോണ്ട. ഈ ഫ്രോഡിനെയും തള്ളയും കുറിച്ച് അവരോട് സംസാരിക്കാതിരുന്നതാ ഞാൻ.
ഇപ്പൊ എന്നെ വിളിച്ച സ്ഥിതിക്ക് നേരിട്ട് എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് വരാം. ആ പെണ്ണിന്റെ ജീവിതങ്ങൾ രക്ഷപ്പെടട്ടെ. അയ്യോ ഓ കാര്യമോടെ വിഷമിക്കണ്ട, ഞാൻ പോയിട്ട് വരാം.